ഫെസ്ലോ സമയം പോയെന്ന് എനിക്കറിയാം. മാക്സിമം ഷോർട്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ എങ്ങനെ എത്തിത്തീരുമെന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. കാര്യം ഇച്ചിരി കൂടുതൽ സംഭവം എടുത്ത് തലയെ വെച്ചായിരുന്നു. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ 2 ദിവസം മുന്നാണല്ലോ പാസ്റ്റർ പറഞ്ഞത് നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജ് അല്ല 25-30 എത്ര മിനിറ്റ് വേണമെങ്കിലും എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇച്ചിരി ഡെവലപ്പായിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ച്. പക്ഷേ സമയം ഇപ്പോൾ പോയി നിൽക്കുന്നത് നമ്മുടെ മെസ്സേജ് കഴിയേണ്ട സമയത്തായിരിക്കുകയാണ്. അപ്പം അതറിയാൻ വ്യക്തമായിട്ട് അതിന് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ദൈവകൃപയിൽ നടക്കും. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഇരമ്യാവ് 4:1 വായിക്കാം. അപ്പം ഇത് ഇസ്രായേലിനോടുള്ളൊരു പ്രവചനമാണ്. ഇത് നമ്മൾ ഇരമ്യാ പുസ്തകമാണ് പഠിക്കുന്നത്. ഇരമ്യാ പുസ്തകത്തിലെ 4-ാമത്തെ വാക്യമാണ് പറഞ്ഞത്. അപ്പം അത് ഇരമ്യാവിനോട് കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇരമ്യാവ് ഒരു ബാലനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രവചനം അല്ലെങ്കിൽ ഈ പ്രവചന കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. അതൊന്ന് വായിക്കാവോ? 1:6. എന്നാൽ ഞാൻ അയ്യോ യഹോവേ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ലേ, എനിക്കറിയില്ല, വയ്യ, ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് ബൈബിളിൽ? നമ്മളെല്ലാവരും ഉണ്ടല്ലേ. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ബൈബിളിൽ ഇഷ്ടം പോലെ എക്സാമ്പിളുണ്ട്. മോശ, ഏലിയാവ്, ഗിദെയോൻ, ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൂടുതൽ പേരെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. അവരുടെ കൂട്ടത്തിലുള്ളവരാണ് നമ്മളും ഇതേ എക്സ്ക്യൂസൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം അതിൻ്റെ അകത്തുനിന്നെല്ലാം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയില്ലേ. സത്യത്തിൽ ഒന്ന് ചെറുതായിട്ട് സംഗ്രഹിച്ച് പറഞ്ഞ മൂജ എന്ന് പറഞ്ഞത് ഞാൻ പറയേണ്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ മെസ്സേജിനകത്ത് കുറച്ച് ഷോട്ട് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം നടത്തിയ ഓരോരുത്തരുടെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കങ്ങ് മാക്സിമം ഷോർട്ടാക്കാൻ പറ്റും. അപ്പം മോശ ആദ്യമേ പറഞ്ഞ എന്തുമായിരുന്നു? അടിച്ച നാവുള്ളവനാ, എനിക്കൊന്നും പറ്റത്തില്ല. നമ്മൾ വായിക്കുന്നത് മുഴുവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തി നേരിട്ട് പോയിട്ട് കൽപ്പന മേടിച്ചുകൊണ്ട് വന്നു, എല്ലാം തന്നു, എല്ലാ കാര്യങ്ങളും ചെയ്താരാ? ഈ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിച്ചത്. നമ്മളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല ഇതൊന്നും നടക്കുന്നത്. ദൈവം അങ്ങനെയുള്ളവരെ അല്ല എടുക്കുന്നത്. നമ്മുടെ കഴിവോ ഡിഗ്രിയോ എന്തെങ്കിലും കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതല്ല ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ തെറ്റായ ധാരണയാണ്. അങ്ങനെയുള്ളവരെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തത് ഏറ്റവും താഴെയുള്ളവരെ, ദൈവം പറഞ്ഞ അനുസരിക്കുമെന്നുള്ളവരെ. അത്ര മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ. മറ്റെന്തെങ്കിലും ദൈവത്തിന് ആവശ്യമുണ്ടോ? ദൈവം പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്നവരെ മാത്രം മതി ദൈവത്തിന്. അല്ലാതെ വേറെ എന്തെങ്കിലും ക്വാളിറ്റി വേണോ? ബൈബിളിലെ എക്സാമ്പിളുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. തടിച്ച നാക്കുള്ളവനെയും വിക്കനെയും, പിന്നാരെ നമ്മുടെ ഇരമ്യാവ് പറഞ്ഞു ഞാൻ ബാലനാണ്. ബാലൻ്റെ വാക്കുകൾ ആരും കേൾക്കത്തില്ല. എന്നിട്ട് നടന്നതോ? ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം ചെറിയ പുസ്തകമാണോ വലിയ പുസ്തകമാണോ? വലിയ പ്രവാചകൻ്റെ കൂട്ടത്തിലെ 2-ാമത്തെ പുസ്തകം 3-ാമത്തെ പുസ്തകമായിട്ട് നമുക്ക് പറയാം. കണ്ണീരിൻ്റെ പ്രവാചകൻ എന്നാണ് ഇരമ്യാ പ്രവാചകനെ പറയുന്നത്. നമ്മൾ വിചാരിക്കും വലിയ സീനിയറായിട്ടുള്ള ഒരാളെ കുറിച്ചുള്ളതാണ് നമ്മൾ. അല്ല, ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെ. ഇരമ്യാ പ്രവാചകൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ ഒരു 90 വയസ്സ് 100 വയസ്സുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മൈൻഡിൽ. അല്ല, ദൈവം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ബാലനായിട്ടിരിക്കുന്ന സമയത്താണെന്നാണ് ഇരമ്യാവ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇരമ്യാ പ്രവാചകൻ എത്ര വയസ്സുണ്ടായിരുന്നു? അത് നമ്മുടെ ചിന്താ വിഷയമല്ല, വിട്ടേ. അപ്പം ദൈവം ദുർബലമായിട്ടുള്ളവരെ, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ വചനം ഇങ്ങനെയാണ്, 1 കൊരിന്ത്യർ 1:27 വായിക്കണ്ട. ദൈവം ലോകത്തിലെ ബലഹീനരെ തിരഞ്ഞെടുക്കുന്നു, ബലമുള്ളവരെ അല്ല. ദൈവത്തിന് വേണ്ടത് ബലഹീനരായിട്ടുള്ളവരെ. പക്ഷേ അവരെന്താണ്? അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. മോശയ്ക്ക് വാക്ചാരിത്രം ഇല്ലായിരുന്നു. നമ്മളും പലരും ഇപ്പോഴും പറയാറുള്ളൊരു അതേ എക്സാമ്പിളാണ് മോശയുടെ കാര്യം. നമ്മൾ പറയാറുള്ളത് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. മോശയെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ? മോശയുടെ സംസാരമായിരുന്നു അവിടെ പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നത്. അല്ല, ദൈവം പറയുന്നു ചെയ്യുന്നു, ദൈവം പറയുന്നു ചെയ്യുന്നു. പറയണ്ട, കൂടുതൽ പറയണ്ടെന്ന്, ചെയ്യാൻ പറ്റുമല്ലോ. വാക്ചാരിത്രം ഇല്ലെന്നല്ല നമ്മൾ പലരും പറയാറുള്ളത്. ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, എന്നാ ചെയ്യുമോ? നമ്മളെപ്പോഴും എക്സ്ക്യൂസസിൽ മാത്രമാണ് നിൽക്കുന്നത്. ഗിദെയോൻ പറഞ്ഞത് എൻ്റെ കുടുംബം ഏറ്റവും ചെറുതാണ്, ഏറ്റവും ഇതിൻ്റെ അകത്തുള്ളതിൽ വെച്ച് ഏറ്റവും
ചെറിയ കുടുംബമാണ് എൻ്റെത്. എൻ്റെ കുടുംബത്തിന് ഞാനുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ കൊണ്ടാണ് അത്രയും ആ ഒരു സമൂഹത്തിന് മുഴുവനെ ഉള്ളതിൻ്റെ പുറപ്പാട് ലഭിച്ചത്, അല്ലെങ്കിൽ രക്ഷ ലഭിച്ചത്. അവനെ എന്തോ വിളിച്ച പരാക്രമശാലിയെന്ന് വിളിക്കുവാനിടയായി. അവൻ പറഞ്ഞത് നമ്മളൊക്കെ പറയുന്നോട്ട് ഏറ്റവും ചെറിയ കുടുംബമാണെന്നൊക്കെ നമ്മൾ പറയാറുള്ള എക്സ്ക്യൂസസ് ഇല്ലേ. നമുക്ക് കഴിവില്ല എന്ന് പറയുമോ, നമുക്കൊന്നുമില്ല എന്ന് പറയുമോ ഒന്നും അല്ല നമ്മൾക്കുള്ളത്. നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്ത് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങും? നമുക്ക് പറയാൻ അതിനുള്ള ധൈര്യമുണ്ടോ? നമ്മളുടെ കഴിവൊന്നുമല്ല നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. വ്യക്തമായിട്ട് നമുക്കറിയാം ദൈവം നമ്മളെ നിർത്തിയതാ. അതിനേക്കാൾ വലിയവരാരെങ്കിലും ഉണ്ടോ? അതിനേക്കാൾ വലിയവരാരെങ്കിലും നമുക്ക് വേണോ? ഒരാളുടെ ആവശ്യമില്ലെന്നേ. നമ്മളെ നടത്താൻ സർവശക്തനാണ് നമ്മുടെ ദൈവം. നമ്മൾ അത് വിശ്വസിച്ച് അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. ഇവിടെ കുടുംബമായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, കുടുംബമായിട്ട് നിൽക്കാൻ പലവിധ സ്ട്രഗിളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നിർത്തിയതാരാണ്? ദൈവമാണ്. നമ്മൾ പക്ഷേ എന്താണ്, ഓരോ തവണയും നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ദൈവം നമ്മളെ നിർത്തുന്ന ആ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പറയണം, നമ്മുടെ സാക്ഷ്യം പറയണം. നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഇത്രയും പേര് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്ന കാര്യം, നമുക്ക് ആ സാക്ഷ്യം ഉള്ളതാണ് നമ്മുടെ സഭയുടെ വിജയം. ആ സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരമുള്ളതാണ് നമ്മുടെ സഭയുടെ വിജയം. നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രചോദനമാകാൻ പറ്റുന്നത് അത് അനേകർക്ക് ആശ്വാസമാണ്. പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ പലർക്കും ആശ്വാസമാണ്. പലരും പല പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ ദൈവം വിടിവിച്ചത് കേൾക്കുമ്പോൾ, ദൈവമേ എൻ്റെ പ്രശ്നം അതിനേക്കാൾ വളരെ സിമ്പിൾ ആണല്ലോ, ഇതിനെ ദൈവം എന്നെ നടത്തും, ആ ഒരു ഉറപ്പ് ലഭിച്ച അവർ പോകുന്നത്. അത് മതി. ഭാഷയില്ല എന്ന് പറയുന്നവരില്ലേ. പ്രിൻസ് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഹിന്ദി അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. ദൈവത്തിന് ആവശ്യമുണ്ടോ? ദൈവത്തിന് ഭാഷ എന്ന് പറഞ്ഞ സംഭവം ദൈവത്തിന് ആവശ്യമില്ലെന്നേ. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഇവിടെ വന്നപ്പോൾ വലുതായിട്ട് എന്തെങ്കിലും ലാംഗ്വേജ് പഠിച്ചിട്ടായിരുന്നു വന്നത്? എത്ര പേരുണ്ട്? ഞാൻ ഹിന്ദി പറയുന്നത്, ഇംഗ്ലീഷ് പറയുന്നത്, ഞാൻ ആദ്യം ഇംഗ്ലീഷ് എങ്കിലും കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ വേറെ വന്ന സമയത്ത് ഡിപ്ലോമയൊക്കെ പഠിച്ചതുകൊണ്ടുള്ള അതിൻ്റെതായ ഒരു ഇത്. ഞാൻ വന്നിട്ടൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹിന്ദിയും പോയി, ഇംഗ്ലീഷും പോയി, മലയാളം പോയി. കാര്യം ഞാൻ സംസാരിക്കുന്ന കൂടുതൽ ആരോടാ? ബംഗാളികളോടാ. അവരുടെ ഭാഷ എന്തോന്ന് അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതാ ഹിന്ദിന്ന്. അവന്മാരുടെ ഭാഷ പഠിക്കാൻ പോയിട്ട് ടോട്ടലി എൻ്റെ കയ്യിലുള്ളതും പോയി, എല്ലാം പോയി. അവസാനം ഞാൻ മലയാളം പറഞ്ഞാൽ പോലും അവന്മാരുടെ പല വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇതൊന്നും, നമ്മൾ ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തി നമ്മളെ പഠിപ്പിച്ചതാണ്, അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. ഞാൻ വലിയ കാര്യം എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് അവസാനം ഇംഗ്ലീഷ് പറഞ്ഞത് തെറ്റി, ഹിന്ദി പറയുന്നത് തെറ്റി, അവസാനം മലയാളം പറയുന്നതിൻ്റെ തന്നെ ഇവരുടെ പല വാക്കുകളാണ് കയറി വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ കഴിവും എടുക്കുമൊന്നുമല്ല, നമുക്ക് ഭാഷ അറിയണമെന്നൊന്നുമല്ല. ദൈവം നമ്മളെ ഓരോ സ്റ്റെപ്പ് നടത്തുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുള്ള എക്സ്ക്യൂസാണ് നമ്മുടെ ജോലി, തിരക്ക്. ഇത് നമുക്ക് ഗുണമാണോ ദോഷമാണോ? നമുക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ സ്വയം ദൈവത്തെ മനസ്സിലാക്കുന്ന നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ തിരക്കൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പരിശോധിക്കണം. കാര്യം നമ്മളൊരു അടിസ്ഥാനമില്ലാതെ അങ്ങനെയാണെങ്കിൽ പോകുന്നത്. നമ്മളുടെ തിരക്ക് നമുക്ക് വേണ്ട ഉത്തേജനം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആഹാരം നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മളുടെ തിരക്കും നമ്മുടെ ജോലിയും കാര്യങ്ങളും പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് കേട്ടോ. ജോലി മാറുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജോലിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തെ നമ്മൾ ഫിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് ഫിക്സ് ആവും. 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. 4 മണിക്കൂർ വർഷങ്ങളായിട്ട് ഉറങ്ങുന്നവരെ എനിക്കറിയാം. ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ശാസ്ത്രം പറയും ചിലപ്പം ഏതാണ് 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. 4 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങി 10 വർഷമായിട്ടും ദൈവകൃപയാൽ മുന്നോട്ട് പോകുന്നവരെ നമുക്കറിയാം. നമ്മുടെ ചർച്ചയിലുണ്ട്. പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു തരും. 4 മണിക്കൂർ ഞാൻ കൂട്ടി പറഞ്ഞ 2 മണിക്കൂർ ഉറങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് എടുക്കാം. നമ്മുടെ ആത്മീയതയ്ക്ക്, നമ്മുടെ ആത്മീയ ആഹാരത്തിന് കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എടുത്തോണം. ഇതിനെ മാത്രം നമ്മൾ പുഷ്ടിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഉള്ളിലുള്ളത് ബലമില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. പിന്നെ പലരും പറയാറുള്ളതാണ് എൻ്റെ പഴയ ജീവിതം, എൻ്റെ ഭൂതകാലം, എൻ്റെ പാസ്റ്റ് ശരിയല്ലെന്നേ.
ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ആർക്ക് വേണം ഈ പാസ്റ്റ്? നീ ഇപ്പം എന്തോ ആയിരിക്കുന്നു? പാസ്റ്റ് നോക്കിയാണോ ദൈവം വിളിച്ചത്? പാസ്റ്റ് നോക്കിയാൽ പൗലോസിന് ശുശ്രൂഷിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? അത്രയും ക്രൂരതയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? സവാനസിനെ കൊല്ലുമ്പോൾ എന്താ കൂടെ നിന്നെന്നാ പറഞ്ഞത്? ഇപ്പൊ പാസ്റ്റ് നോക്കിയിട്ട് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തെറ്റായ ധാരണയാണ്. പിശാച് നമ്മളിൽ ചിന്തിപ്പിക്കുന്നതാണ് അങ്ങനെ. പാസ്റ്റ് നോക്കേണ്ടവരല്ല നമ്മൾ. പാസ്റ്റ് നോക്കിയല്ല ഇന്ന് നീ എന്തായിരിക്കുന്നു, നാളെ നീ എന്ത് ചെയ്യും, ഇന്ന് നീ എന്ത് ചെയ്യാൻ തയ്യാറാണ്? നീ ദൈവത്തിനോട് അടുത്താണോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണോ നീ തയ്യാറ്? നീ ചെയ്യും, പ്രവർത്തിക്ക്. ഏത് പ്രവർത്തിക്കും നിനക്കൊരു സ്റ്റോപ്പ് ആരെങ്കിലും ഇടാൻ വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളുക, അത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതല്ല. നീ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റോപ്പായിട്ട് ആരെങ്കിലും വരുന്നോ, ഒരു ചിന്ത വരുന്നോ, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പിശാചിൽ നിന്നുള്ള. ദൈവം ഒരിക്കലും നമ്മൾ ഇപ്പം ആയിരിക്കുന്നിടത്തോട് ആയിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റെപ്പ് ദൈവത്തിനോട് അടുക്കാനാണ്. ഒരു സ്റ്റെപ്പോട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓരോ സ്റ്റെപ്പ്. ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്, അല്ല ഒരിടത്ത് നിൽക്കാനോ പുറകിലോട്ട് പോകാൻ വേണ്ടിയല്ല. നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ അടുക്ക വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും പിന്നെ പറയും എനിക്ക് പഠിപ്പില്ല, ഡിഗ്രി ഇല്ല, പറയാറില്ലേ? ഒരു പ്രസന്റേഷനൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, കമ്പ്യൂട്ടർ അറിയത്തില്ലെന്ന്. ഇവിടെ കമ്പ്യൂട്ടർ ക്ലാസ് വരെ പാസ്റ്റർ മാറ്റി നടത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചർച്ചിൽ. ഇതറിയത്തില്ലെന്നുള്ള എക്സ്ക്യൂസ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കമ്പ്യൂട്ടർ ക്ലാസ് നടത്തിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത ഒരു 10 പേരെങ്കിലും കാണും ഇവിടെ. മെസ്സേജ് പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചർച്ചിൽ മെസ്സേജ് പറയേണ്ട എങ്ങനെയാണെന്നുള്ളതിന് ക്ലാസ് നടത്തിയിട്ടുള്ള ചർച്ച, എങ്ങനെ ചെയ്യണമെന്നുള്ളതിന്. എവിടെ കിട്ടും ഇതൊക്കെ? എന്നിട്ടും നമ്മൾ തയ്യാറാണോ? ദൈവം പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കൽ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവനാമത്തിൽ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നു, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവാം. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പത്രോസിന്റെ ഇടയ്ക്കല്ല പറഞ്ഞേ, നിന്റെ കൃപ എനിക്ക് മതി. പൗലോസ് പ്രാർത്ഥിച്ചു. അപ്പം അതാണ്, ആ കൃപ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട. യോനെ ഇതുപോലെ തന്നെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു പോയ ആളല്ലേ. ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയതാ. വിട്ടായിരുന്നോ? യോനെ തിരിച്ചു കൊണ്ടുവന്ന് പ്രവൃത്തി ചെയ്യിപ്പിച്ചു ഇല്ലേ? അങ്ങനെ പലരെയും വയ്യാന്ന് പറഞ്ഞു പോയാലും ദൈവത്തിന് നമ്മളുടെ ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കറക്കി തിരിച്ച് അവിടെ കൊണ്ടുവരും. അപ്പം അത് ഇത്രയും കറങ്ങി തിരിഞ്ഞ് പോകുന്നതിനേക്കാൾ നമുക്ക് നല്ലത് എന്താണ്? നേരെ അങ്ങ് പോകുന്നതാണ്. നമ്മുടെ ചർച്ചിൻ്റെ ഉദ്ദേശവും നമുക്കറിയാം എന്താണെന്നുള്ളത് അല്ലേ. ഇത് ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ളൊരു സഭയാണെന്ന് ഈ ചർച്ചിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളെ അതിലേക്കാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ കറങ്ങി തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ വരും. കറങ്ങി തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ വരും. ദൈവം അത് നമ്മളെ കൊണ്ട് നടത്തിക്കും. പക്ഷെ എന്താണ്, ഇച്ചിരി ദൂരം നമ്മൾ എന്ത് ചെയ്യും? കൂടിപ്പോവും. നമുക്ക് ദെബോര എന്ന് പറഞ്ഞൊരു സ്ത്രീ അറിയോ? ന്യായാധിപന്മാർ 40 വർഷമാണ് ഭരിച്ചത്. 40 വർഷം ന്യായാധിപതിയായിട്ടിരുന്നു. ശുശ്രൂഷയ്ക്ക് സ്ത്രീകൾ എന്താണ് മുന്നോട്ട് വരല്ലേ കേട്ടോ, മുന്നോട്ട് വരല്ലേ, അവിടെ തന്നെ ഇരുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്നതാണോ? അവൾ അങ്ങോട്ട് ചോദിച്ചാണ് ഞാൻ കൂടെ വരട്ടെ എന്ന്. ആരും കൈപിടിച്ച് കൊണ്ടുപോയതൊന്നുമല്ല, അങ്ങോട്ട് ചോദിച്ച് പോയി. അതുകൊണ്ട് അവൾ ചോദിച്ചതിന് അവളെ എവിടെ കൊണ്ടുവന്നാക്കി? 40 വർഷം ന്യായാധിപതിയായിട്ട് ഇരുത്തി. 40 വർഷം. അവിടെ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ? ആണുങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിന്റെ ഇനിഷ്യേറ്റീവ് എന്താണ്? നിന്റെ താല്പര്യം എന്താണ്? നീ തയ്യാറാണോ? നീ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ കൊണ്ടുപോകും. അല്ല, നീ പുറകെ ഇരിക്കാനോ തയ്യാറെങ്കിൽ നീ അവിടെ തന്നെ ഇരിക്കും. ഇവിടെ ആർക്കും ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുന്നതിന് ആരും ബാധകമല്ല. നിങ്ങൾ ദൈവത്തിനോട് അടുക്കുന്നതിന് നിങ്ങളെ ആരും സ്റ്റോപ്പ് ചെയ്യാനില്ല. നമ്മളുടെ കയ്യിലാണ് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം. ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും നമ്മളെ ദൈവത്തിൽ നികത്താൻ പറ്റത്തില്ല. നമ്മളാണ് നമ്മളെ ദൈവത്തിൽ നികത്തുന്നത്. നമുക്ക് മാത്രമേ അത് പറ്റൂ. നമ്മൾ പറയുന്ന ബാക്കിയുള്ള എല്ലാ എക്സ്ക്യൂസുകളും പോഷത്വമാണ്, അല്ലെ കള്ളമാണ്.
നമ്മൾ പറയുന്ന ബാക്കിയുള്ള എല്ലാ എക്സ്ക്യൂസും. പിള്ളേർക്ക് പഠിക്കാനുണ്ട്, ജോലിയുണ്ട്, തിരക്കാണ്, ആരോഗ്യമില്ല, അതാണ് ഇതാണ് എക്സ്ക്യൂസാണ് ഇതെല്ലാം എക്സ്ക്യൂസാണ്. നമ്മളെ ദൈവത്തിനോട് അടുപ്പിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന എക്സ്ക്യൂസ് മാത്രമാണ്, അകറ്റാൻ നമ്മൾ കണ്ടെത്തുന്ന എക്സ്ക്യൂസ് മാത്രമാണ് ഇതെല്ലാം. ഇത് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം, നമുക്കും അറിയാം. നമ്മൾ പക്ഷേ ആൾക്കാരുടെ മുന്നിൽ എന്താണ് പറയുവാണ്, നമ്മൾ പറയുവാണ് ഇതൊരു എക്സ്ക്യൂസായിട്ട്. നമ്മൾ വാക്യത്തിലേക്ക് തിരിച്ചു പോകാം. ഒത്തിരി സംഭവം സ്കിപ്പ് ചെയ്താൽ പോകുന്ന കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ പോകുന്നുണ്ടാ പോകുന്നത്. ഇവിടെ ഇസ്രായേലിൻ്റെ ഇടയ്ക്ക് പറയുന്നത് എന്താണ്? നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. ഒന്നാമതായിട്ട് മനം തിരിയണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു മടങ്ങി വരവ്. നമുക്ക് നമ്മളോടും ചോദിക്കാം, ദൈവമേ ഞാൻ മടങ്ങി വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? ഞാൻ മടങ്ങി വരേണ്ട ഒരു ആവശ്യമുണ്ടോ? നമുക്ക് ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു, ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നു, ദൈവം എന്നും നമ്മളെ ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മൾ മടങ്ങി വരേണ്ട, നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയാൽ മതി. എന്നാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാതെയും ദൈവത്തിൽ നിന്ന് കേൾക്കാതെയും നമ്മളായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മടങ്ങി വരേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു മടങ്ങി വരവ്, ഒരു തിരിച്ചു വരവ് നമുക്കുണ്ടായിരിക്കണം. ദൈവം കാത്തിരിക്കുന്ന ആളാണ്. ഇളയ മകനെ നഷ്ടമായപ്പോൾ എന്താണ് ആ പിതാവ് എന്തുവാണ്? പിതാവ് റൂമിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു ചെയ്തത് അല്ലല്ലേ? പിതാവ് നോക്കിയിരിക്കുക അവൻ മടങ്ങി വരുന്നത്. ഒരു ദിവസമാണോ? 2 ദിവസമാണോ? അവൻ പോയി അവൻ്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് അവസാനം പന്നിക്ക് കൊടുക്കേണ്ട ഫുഡും കിട്ടിയില്ല, എല്ലാം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുന്നത്. എത്ര ലോങ് പീരീഡാണ് വെയിറ്റ് ചെയ്തിരുന്നത്? നമ്മുടെ ദൈവം നമ്മളെ എത്ര ലോങ് പീരീഡായിട്ട് വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ ഒരു യഥാർത്ഥ മടങ്ങി വരുന്നതിന് വേണ്ടി. ഇതൊരു ശിക്ഷയല്ല, ഇതൊരു ക്ഷണമാണ്, ഒരവസരമാണ്. നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ മതി. മടങ്ങി വരാൻ നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ മതി, നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ഇതൊരു ശിക്ഷയായിട്ട് കാണരുത്. നമ്മളെ കാത്തിരിക്കുക, നമ്മൾ നിന്നാൽ മതി. നമ്മൾ തീരുമാനം എടുത്ത് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. ബാക്കി പിതാവ് വന്നോളൂന്നേ, വേണ്ടതെല്ലാം വീട്ടിൽ പ്രൊട്ടക്ഷൻ ബാക്കിയെല്ലാം കിട്ടിക്കോളൂന്നേ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നോളൂന്നേ, എങ്ങനെ നമ്മൾ പോകേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞോളൂന്നേ. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ വീണ്ടും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ലോക ജീവിതത്തിലും നമ്മൾ ബിസിയായി പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. ഒരിക്കലും നമുക്ക് ദൈവത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു നാളിലും ദൈവത്തിന് ഇതിന് നമുക്ക് നമ്മുടെ തെറ്റിന് നമ്മുടെ കുറവുവശത്തിന് കുറ്റം നമുക്ക് ദൈവത്തിനെ പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മളെ അടുത്ത് പിടിക്കാൻ നമുക്ക് വേണ്ടത് തരാൻ ദൈവം തയ്യാറാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല. ദൈവത്തിന് പാപത്തിലേക്ക് വരാൻ പറ്റത്തില്ല. നമ്മളായിരിക്കുന്നിടത്തേക്ക് ദൈവം വരണമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. പാപത്തിലേക്ക് ദൈവത്തിന് വരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഏക പ്രത്യേകത അതാണ്. പാപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കത്തിപ്പോകുന്നത്. നമ്മളൊരു തീരുമാനം എടുത്താൽ മാത്രമേ നീതിമാനമായ ദൈവത്തിന് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് മ്ലേച്ഛത നീക്കുക. നമ്മുടെ തെറ്റെന്താന്ന് നമുക്കറിയാവുന്ന പോലെ വേറെ ആർക്കെങ്കിലും അറിയാവോ? ഓരോ വ്യക്തികളുടെയും പേഴ്സണലായിട്ട് അവർക്ക് മാത്രം അറിയാവുന്ന പല തെറ്റുകളുണ്ട്, പല കുറവുവശങ്ങളുണ്ട്, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്, നമ്മൾ തീരുമാനം എടുത്തിട്ട് നമ്മൾ വിട്ടുകളഞ്ഞ കാര്യങ്ങളുണ്ട്. പേഴ്സണലായിട്ട് അറിയാം, നമുക്ക് മറ്റാർക്കും അറിയത്തില്ലായിരിക്കും. ദൈവത്തിനറിയാം. പിശാചും പലതും ഇൻഡിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ അനുഗ്രഹത്തിന് തെറ്റാണ്, അല്ലെങ്കിൽ അനുഗ്രഹത്തിനൊരു ബാരിക്കേറ്റാണ്. മുന്നോട്ട് വരാൻ പറ്റത്തില്ല. നമ്മളത് വിട്ട് കളയാതെ, അതിൽ നിന്ന് നമ്മൾ ഒരു റിക്കവറി ചെയ്യാതെ നമ്മളുടെ ജീവിതം മാറാൻ പോകുന്നില്ല. നമ്മളിൽ തെറ്റായിട്ടുള്ളതുണ്ടെങ്കിൽ, പാവമായിട്ടുള്ളതുണ്ടെങ്കിൽ, മ്ലേശമായിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മളത് വിട്ട് കളയണം. വിട്ട് കളഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം എന്ത് ചെയ്യും? നമ്മളെ അടുത്ത് പിടിക്കും. പിന്നെ പറഞ്ഞതാണ്, നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. അതൊരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ്. നമ്മളിത് ചെയ്താൽ നമ്മൾ അലഞ്ഞ് നടക്കേണ്ടി വരത്തില്ല. അല്ല, ഇസ്രായേൽ മക്കളോട് പറഞ്ഞാണ് അവർക്ക് പിന്നെന്താണ്? ഒരു സമാധാനത്തിലേക്ക് ദൈവം നയിക്കുമെന്ന്. നമ്മളോടും ദൈവം പറയുന്നതേ ഉള്ളൂ, നമ്മുടെ മ്ലേച്ഛതകളെ നമ്മൾ നീക്കിക്കളഞ്ഞാൽ നമ്മൾ അലഞ്ഞ് നടക്കേണ്ടി വരത്തില്ല. അലഞ്ഞ് നടക്കുക എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. നമുക്കൊരു
ഒരു ആശ്വാസമില്ലാത്ത സാഹചര്യത്തിലേക്ക് നമുക്ക് പോകത്തില്ല. നമുക്ക് എപ്പോഴും വറീഡാണ്. അതിൻ്റെ ആവശ്യം വരത്തില്ല. ദൈവത്തിലൊരു പ്രത്യാശ വരും. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ തമ്പുരാനുണ്ടെന്ന്, ദൈവമുണ്ടെന്ന് ഒരു ഉറപ്പ് കിട്ടും നമുക്ക്. കാര്യം എന്താണ്? നമ്മൾ പിശാചിന് പിന്നെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മളുടെ തെറ്റുകളെ നമ്മൾ നീക്കി, നമ്മൾ മടങ്ങി വന്നു. ഇനി ആരുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ധൈര്യം മതി. പിന്നെ നമ്മൾ അവൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവൻ്റെ കയ്യിലാകാതിരിക്കുന്നത് എപ്പോഴാണ്? തെറ്റുകൾ ചെയ്യുമ്പോൾ, പാപങ്ങൾ ചെയ്യുമ്പോൾ, അതിൽ നിന്ന് നമ്മൾ മടങ്ങി വരാതിരിക്കുമ്പോൾ. എന്നാൽ അവൻ്റെ കയ്യിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ ഇഷ്ടം പോലെ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ അതിനകത്ത് നമ്മളൊരു വറീഡാവേണ്ട കാര്യമില്ല, ഒരു പ്രശ്നത്തിൽ ഒരു പ്രയാസത്തിൻ്റെ കാര്യമില്ല. ബാക്കി ഒരു പ്രശ്നമില്ലാതെ എന്താണ്? നമ്മളുടെ നിത്യത ഉറപ്പിച്ച് അവിടെ കൊണ്ടുചെല്ലേണ്ട കാര്യം ആരേറ്റു? ദൈവം ഏറ്റു. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്ര ദൂരം അകലെയാണെന്നുള്ളത്. നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? അതോ ദൈവത്തിൻ്റെ അടുത്ത, ദൈവത്തിൻ്റെ കരത്തിലാണോ? നമ്മുടെ ക്രിസ്ത്യ ജീവിതം ദൈവത്തിന് സന്തോഷമുള്ളതാണോ? ദൈവത്തിൽ നിന്ന് സന്തോഷം പ്രാപിക്കുന്നതാണോ? അനുഗ്രഹം പ്രാപിക്കുന്നതാണോ? അതോ മറ്റുള്ളവരെ പോലെ നമ്മൾ അകന്നു നിൽക്കുകയാണ്? നമുക്ക് നമ്മളോട് ചിന്തിക്കാം. ദൈവം നമ്മളെ കാത്തിരിക്കുന്ന ദൈവമാണ്. നമ്മളുടെ ഒരു സ്റ്റെപ്പിനായിട്ട് നമ്മളെ നോക്കി നിൽക്കുകയാണ്. നമ്മളുടെ മേച്ചതകളെ നമ്മൾ മാറ്റുക. നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവരല്ല. നമ്മൾ മടങ്ങി വരേണ്ടവരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കേണ്ടവരാണ്. നമ്മളുടെ തീരുമാനം മാത്രമാണ് ഇതിന് ബാക്കിയുള്ളത്. നമുക്ക് കഴിവോ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ സറണ്ടർ ചെയ്യുക. ദൈവം എന്നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ നടത്തണമെന്ന്, നീ പറയുന്ന പോലെ ഞാൻ ജീവിച്ചോളാം. ഇത്രയും മതി. ബാക്കി ദൈവം നടത്തും. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്ന് വാക്കുന്നു.